രാഹുലെ, തിരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരനെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച രണ്ട് വ്യക്തികളായിരുന്നു പിണറായി വിജയനും സജി ചെറിയാനും. 21-ാം തീയതി MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ ഇന്നലെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു, ഈ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഈ പ്രോടൈം സ്പീക്കറിൻ്റെ മുൻപിലാണ് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടുള്ള പിണറായി ജി സുധാകരൻ്റെ മുന്നിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പിണറായി വിജയൻ ചിലപ്പോൾ വരാൻ കഴിയില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ എത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതായത് മെയ് 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർക്ക് കത്തയച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രോം ടൈം സ്പീക്കറായിട്ട് ജി സുധാകരനെയാണ് നിയമിച്ചിട്ടുള്ളത്. പ്രോം ടൈം സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ ഏറ്റവും കൂടുതലും സീനിയോറിറ്റി ഉള്ള ആരാണോ അവരെയാണ് പ്രോടൈം സ്പീക്കറായിട്ട് എടുക്കുന്നത്. കാരണം അത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം. ഇപ്പോൾ നമുക്കറിയാം, പാർലമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു എല്ലാവർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് പ്രോടൈം സ്പീക്കറായിട്ടുള്ള ജി സുധാകരന്റെ കീഴിലാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാണ്. അതായത് രാഷ്ട്രീയ കേരളത്തിൽ ഇത്രമാത്രം CPM-ന് പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കി കൊടുത്ത നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി സുധാകരനാണ്. കാരണം കഴിഞ്ഞ അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടുള്ള രാഷ്ട്രീയ അവസരങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ജി സുധാകരൻ UDF-ന്റെ ക്യാമ്പിൽ നിന്നും മത്സരിക്കുന്നത്, അവിടെ ജയിച്ചു വരുന്നത് എങ്ങനെയാണ്, എല്ലാം അറിയാം. പക്ഷേ പിണറായി വിജയനെ പോലെ ജി സുധാകരനെ എതിർത്തിട്ടുള്ള ഒരാൾ, അത് പിണറായി വിജയൻ വന്ന് ജി സുധാകരന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ആണിക്കല്ല് അത് തന്നെ ആയിരിക്കും. അപമാനത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ സജി ചെറിയാനാണെങ്കിൽ പോലും വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയ കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും പല സോഷ്യൽ മീഡിയ പേജുകളും നമ്മൾ കണ്ടാണ് KK രമയെ സ്പീക്കറായിട്ട് നിയമിക്കണം, അതേപോലെ ജി സുധാകരനെ സ്പീക്കറായിട്ട് നിയമിക്കണം എന്നൊക്കെ. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കറായിട്ട് വന്നത്. പക്ഷേ ഈ നിയമസഭയിലെ പ്രോടൈം സ്പീക്കറായിട്ട് ജി സുധാകരനെ നിയമിക്കുമ്പോൾ അതിലേക്ക്, അതായത് 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ സഖാവ് പിണറായി വിജയൻ വരുമോ ഇല്ലയോ എന്ന് കേരള ജനത മുഴുവൻ ഉറ്റുനോക്കുകയാണ്. കാരണം പിണറായി വിജയന്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു സന്ദർഭം അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ CPM വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തെയാണ് അമ്പലപ്പുഴയിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓരോ ആളുകളും പ്രവർത്തിക്കുന്നത്, ആ രീതിയിലായിരുന്നു CPM അവിടെ വർക്കെടുത്തത്. ഓരോ വീട്ടിലും പോയി ജി സുധാകരന്റെ കുറ്റവും കുറവുകളും പറഞ്ഞ് ഓരോ വീട്ടിലും കയറിയിരുന്ന് 1 മണിക്കൂറും അരമണിക്കൂറും ഇരുന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അമ്പലപ്പുഴയിലെ പല വീടുകളിലും ഉണ്ടായിരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നു. നമ്മൾ കണ്ടതാണ്, തളിപ്പറമ്പിൽ ഇത്തരത്തിലുള്ള അഭിമാന പോരാട്ടം ഉണ്ടായിരുന്നു, പയ്യന്നൂരിലുണ്ടായിരുന്നു. എന്തിനാണ് ഈ പാർട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ, ഈ പാർട്ടി സംവിധാനം നേരെ ചൊവ്വയല്ല പോകുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഈ പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുകളാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് രാഹുൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 21-ാം തീയതി പിണറായി സത്യപ്രതിജ്ഞ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 22-ാം തീയതി നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വരും. അല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ, കക്ഷികളുള്ളത് UDF-ൽ നിന്ന് തന്നെയാണ്. അപ്പോൾ UDF-ന്റെ സ്പീക്കർ തന്നെയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നതെന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കീഴിലായിരിക്കും സഖാവ് പിണറായി വിജയൻ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 35 പേരുള്ള ഒരു കക്ഷിയും 102 പേരുള്ള ഒരു കക്ഷിയും എങ്ങനെയാണ് ഇപ്പോൾ എന്ത് കണ്ടിട്ടാണെങ്കിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പിണറായി വിജയൻ വന്നില്ലെങ്കിലും വന്നാലും അവിടെ ഒരു എഫക്റ്റും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലായി, അതായത് 21-ാം തീയതി പിണറായി വിജയനും സജി ചെറിയാനും നിയമസഭയിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കീഴിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് അതിന്റെ രാഷ്ട്രീയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്.
ഈ പിണറായി വിജയന്റെ കൂടെയുള്ള ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തോൽവി ഉണ്ടായതിനു ശേഷവും പ്രതിപക്ഷ നേതാവ് ആക്കണ്ട എന്ന് ഈ സംസ്ഥാന കമ്മിറ്റികൾ ഒട്ടടക്കം പറഞ്ഞിട്ടും അവസാനം ഇത് തിരുത്താൻ വേണ്ടിയിട്ട് PBയിൽ പോയി. അവിടെ ചെന്നപ്പോഴും 10 പേര് അദ്ദേഹത്തിനെ അനുകൂലിച്ചു, 7 പേര് അദ്ദേഹത്തിനെ പ്രതികൂലിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കടന്നു വരുന്നത്. ഈ കൊല്ലത്താണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും കണ്ണൂരാണെങ്കിലും പല സംസ്ഥാന കമ്മിറ്റികളും പറഞ്ഞു, അവരുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പറഞ്ഞു പിണറായി വിജയൻ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ വേളയിൽ ഉണ്ടായിരുന്നു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ മുൻപന്തിയിൽ തന്നെ ഇരിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടാണ്. ഒരു രാഷ്ട്രീയ മര്യാദ യഥാർത്ഥത്തിൽ UDF കാണിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാവരോടും കാണിച്ചിട്ടുണ്ട്. BJPയുടെ നേതാക്കന്മാരോട് കാണിച്ചിട്ടുണ്ട്. വിജയിച്ചു വന്ന എല്ലാവരോടും രാഷ്ട്രീയ മര്യാദ കാണിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗവർണർ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു നിന്ന് ആരെയും കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും ആ വിലങ്ങ് തടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ സോണിയാഗാന്ധി, അങ്ങനെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നമ്മൾ കണ്ടത്. രാഹുലെ, ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ പിണറായി വിജയൻ എത്തിയെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഒരു പോമോനെ വിളിയിൽ നിന്നും ഡാഷിലേക്ക് പോയ ഒരു രംഗം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. രേവന്ത് റെഡ്ഡി ഇന്നലെ അദ്ദേഹത്തിന്റെ ഇരുവശത്തും, അതായത് KC വേണുഗോപാലിന്റെ ഇരുവശത്തുമായി ഒരു സൈഡിൽ രേവന്ത് റെഡ്ഡി, ഒരു സൈഡിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ, എടുത്തെടുത്ത് മാധ്യമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളെല്ലാവരും വ്യക്തമായിട്ട് കണ്ടതാണ്. അതും ഒരു ഉത്തരമാണ്. അതെ, അതായത് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ സഖാവ് പിണറായി വിജയന് പറയാൻ കഴിയുകയുള്ളൂ. ശക്തമായ ഒരു മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞ പിണറായി വിജയന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് UDF അദ്ദേഹത്തിനെ ആ വേദിയിൽ കൊണ്ടിരുത്തി അദ്ദേഹത്തിനെ ഈ രീതിയിലേക്ക് രേവന്ത് റെഡ്ഡിയും അടുത്തേക്കിരിക്കുന്ന ഒരു സാഹചര്യം, അത് രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയത്തിൽ ഓരോ കാര്യങ്ങളും മുഖം കൊടുത്തിട്ടില്ല, കൈ കൊടുത്തിട്ടില്ല, അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. അവസാനം രേവന്ത് റെഡ്ഡി എഴുന്നേറ്റിയെന്നാണ് കൈ കൊടുക്കേണ്ടി വന്നത്. പിണറായി വിജയൻ അവിടെയും തന്റെ ആ ഒരു സ്റ്റാൻഡ് നിലനിർത്തി. അല്ല, പിണറായി വിജയൻ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ ഗൗരവം അദ്ദേഹം വിടുകയില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും. ഇപ്പോൾ ഈ പോലീസുകാർ തന്നെ VD സതീശന് കൈ കൊടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പലരും എഴുതുന്നുണ്ട് സഖാവ് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഗൗരവം വിടാതെ ആ ഗൗരവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഗൗരവം ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ തിരിച്ചടിയായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് പോകാൻ പോകുന്നത് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം വലിയ ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷമുള്ള ഒരു പറ്റം ആളുകൾ നിയമസഭയിലേക്ക് വരുന്നു, മന്ത്രിമാരാകുന്നു, അവർ നയിക്കാൻ പോകുന്നു. വളരെയധികം വിദ്യാഭ്യാസ യോഗ്യതകളുള്ള മന്ത്രിമാർ ഭരിക്കാൻ പോകുന്നു. ഇതൊക്കെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വലിയ ചരിത്രങ്ങളാണ്. അതേപോലെ തന്നെ UDFനെ സംബന്ധിച്ച് 6 പതിറ്റാണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മന്ത്രിസഭ മുഴുവനായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് ഈ മന്ത്രിസഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പും കൂടെ എടുത്തുകൊണ്ട് മന്ത്രിസഭയെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഇതെല്ലാം എവിടെ ചെന്നെത്തും? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തന്നെ ആദ്യം ഒരു ഭയമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇത്രയും വലിയ ഓളം കൊടുത്ത് VD സതീശൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത്രയും വലിയൊരു മാസ് പരിവേഷമാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലേക്ക് ജനങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ആ രീതിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാലുള്ള ചില അവസ്ഥകളെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 24 മണിക്കൂർ ആയിട്ടുള്ളൂ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. ഈ 24 മണിക്കൂർ കൊണ്ട് CPMന്റെ സൈബർ ഹാൻഡിലുകൾ എങ്ങനെയാണ് VD സതീശനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മറികടന്ന് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് ചെറിയ ആർജവമൊന്നും പോരാ, വലിയൊരു ആർജവം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ.